വനനിയമ ഭേദഗതി ബില്ലിൽ നിന്നും സർക്കാർ പിന്മാറിയത് യു.ഡി.എഫ് പ്രക്ഷോഭം ഭയന്നെന്ന് കൺവീനർ എം ഹസൻ പ്രഖ്യാപിച്ച സമരവുമായി യു.ഡി.എഫ് മുന്നോട്ടു പോകും. മലയോര മേഖലയിലെ കർഷകരെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം. 25-ന് യാത്ര കണ്ണൂരിലെ മലയോരത്ത് നിന്ന് ആരംഭിക്കുമെന്നും എം ഹസൻ പറഞ്ഞു. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭവുമായി യു.ഡി.എഫ് മുന്നോട്ടു പോകുമെന്ന് കൺവീനർ എം ഹസൻ പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി ജനുവരി 25 മുതൽ ഫെബ്രുവരി 5 വരെ മലയോര സമരപ്രചാരണ യാത്ര നടത്തുമെന്നും എം ഹസൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് യാത്ര നയിക്കുന്നത്. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 25-ന് വൈകിട്ട് 5 മണിക്ക് ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ നടക്കുമെന്നും എം ഹസൻ പറഞ്ഞു. വനസംരക്ഷണ ഭേദഗതി നിയമം സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് യു.ഡി.എഫ് സമരപ്രഖ്യാപനത്തിന് പിന്നാലെയാണ്. ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുകയാണ്. ജനുവരി 25-ന് വൈകിട്ട് 5 മണിക്ക് AICC ജനറൽ സെക്രട്ടറി ശ്രീ K.C. വേണുഗോപാൽ ഈ യാത്ര ഉദ്ഘാടനം ചെയ്യും. ഈ വനഭേദഗതി നിയമം യഥാർത്ഥത്തിൽ വനപ്രദേശത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പോലെയാണ് അതിന് നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചത്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. ആ പ്രതിഷേധം ഉയർന്നു വന്നപ്പോഴെല്ലാം ഗവൺമെൻറ് എടുത്ത നിലപാടെന്ന് പറയുന്നത് പൊതുജനാഭിപ്രായം ഞങ്ങൾ ക്ഷണിക്കാം. ഇന്നലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഈ വന നിയമം ഭേദഗതി ബിൽ പിൻവലിക്കും എന്ന് പ്രഖ്യാപിച്ചു. അത് യു.ഡി.എഫിൻ്റെ മലയോര സമര പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പിൻവലിക്കാൻ നിർബന്ധിതരായതാണ്. കാരണം എല്ലാ ക്രൈസ്തവ സഭകൾ സമരരംഗത്തുണ്ടായിരുന്നു, കർഷക സംഘടനകൾ സമരരംഗത്തുണ്ടായിരുന്നു. രാജ്യത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ഈ നിയമം ഇത് കരി നിയമമാണ്, ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് അന്നൊന്നും അനങ്ങാതിരുന്ന ഗവൺമെൻറ് ഇപ്പോൾ സത്യത്തിൽ ഇത് പിൻവലിക്കാൻ നിർബന്ധിതമായത് ഞങ്ങളും അതുപോലെ എല്ലാ സംഘടനകളും ഈ കാര്യത്തിൽ എടുത്ത ശക്തമായ സമര പ്രഖ്യാപനത്തെ തുടർന്നാണ് ഗവൺമെൻറ് നിർബന്ധിതമായത്. വന ഭേദഗതി ബിൽ അവതരിപ്പിക്കില്ലെന്ന് സർക്കാർ അറിയിച്ചിട്ടും പ്രക്ഷോഭവുമായി യു.ഡി.എഫ് മുന്നോട്ടു പോകുന്നത് ഈ മേഖലയിൽ ഇനിയും ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ല. കേന്ദ്ര നിയമമാണ് എല്ലാറ്റിനും കാരണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും കേന്ദ്രത്തെ സമീപിക്കാനും തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയും സംഘവും ഡൽഹിക്ക് പോയി ഈ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തണം. കാർഷിക മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമം വേണം. ഇതിനായി തോക്ക് ലൈസൻസ് അനുവദിക്കണമെന്നും എം ഹസൻ ആവശ്യപ്പെട്ടു. കൊല്ലപ്പെടുന്ന കർഷകരുടെ കുടുംബങ്ങൾ വഴിയാധാരമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പണം കിട്ടാത്ത 3000 പേർ ഇപ്പോൾ സംസ്ഥാനത്തുണ്ടെന്നും എം ഹസൻ പറഞ്ഞു. കർഷകരുടെ കടബാധ്യത സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കണം. വനമേഖലയിൽ തന്നെ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് തൊഴിൽ ഉറപ്പാക്കണമെന്നും എം ഹസൻ ആവശ്യപ്പെട്ടു. യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ P.T. മാത്യു, കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.